നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് നമ്മളോടൊപ്പമുള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ സുഭാഷ് തന്ത്രികളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, ഇന്ന് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്, നമ്മുടെ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുറേ വിശ്വാസങ്ങളിൽ ഈ ഓരോ ക്ഷേത്രത്തിൽ മാല കെട്ടുക, അല്ലെങ്കിൽ ക്ഷേത്രത്തുമായിട്ട് ബന്ധപ്പെട്ട വഴിപാടുകൾ ചെയ്യുക, അതിനൊക്കെ ചില പ്രത്യേക കുലങ്ങൾക്ക് മാത്രം കൊടുത്തിട്ട് ഒരു അവകാശം കൊടുത്തതായിട്ട് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ അവർ മാത്രമേ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതുണ്ടോ? അല്ലെങ്കിൽ അത് അങ്ങനെയൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ചെയ്യാമെന്നുള്ളതാണോ? ഇപ്പോൾ പ്രത്യേകിച്ച് ഈ മാലയൊക്കെ കെട്ടാൻ നേരത്ത് അത് ഒരു പ്രത്യേക ആ ക്ഷേത്രത്തോട് ചേർന്നുള്ള ഏതെങ്കിലും ഒരു വീട്ടിലെ ആളുകളാണ് പൊതുവേ ചെയ്ത് കാണാറുള്ളത്. പൊതുവെ അങ്ങനെയുള്ള കുലങ്ങളിലുള്ള ആളുകളാണ് ചെയ്ത് കാണാറുള്ളത്. അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ അല്ലെങ്കിൽ വസ്തുതകളുണ്ടോ എന്നൊന്ന് പറയാമോ? ഇതിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മുമ്പ് പറഞ്ഞു, പണ്ട് കാലങ്ങളിൽ നമ്മളുടെ ഈ മനുഷ്യ ജീവിതം തുടങ്ങുന്നത് തന്നെ ആദ്യം ദേവനെ പൂജിക്കുന്നവൻ, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ദേവനെ പൂജിക്കുന്നവൻ പോറ്റിയെന്നും, രാജ്യരക്ഷ ചെയ്യുന്നവൻ ക്ഷത്രിയനെന്നും, വ്യാപാരങ്ങളിൽ ഏർപ്പെടുന്നവൻ വൈശ്യനെന്നും, ദാസപ്പണി ചെയ്യുന്നവൻ ശൂദ്രനെന്നും, ഇങ്ങനെ ചാതുർവർണ്ണം തിരിഞ്ഞപ്പോൾ പൂജാതി കർമ്മങ്ങൾ ചെയ്തവർക്കായിരുന്നു ഏറ്റവും കൂടുതൽ പ്രാധാന്യം വന്നത്. അങ്ങനെ പൂജാതി കർമ്മം ചെയ്ത്, ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ അടുത്ത് പൂജയ്ക്ക് വന്നാലും പൂജാതി കർമ്മം ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ദേവനെ പൂജിക്കുന്നതിന് മുമ്പ് നമ്മളെ പൂജിച്ചിട്ട് വേണം ദേവനിലേക്ക് എത്താൻ. അപ്പോൾ ആദ്യം നമ്മളെ പൂജിക്കുകയാണ്, പൂജാരിയെ തന്നെ ആദ്യം പൂജിച്ച് പിന്നെ ദേവനിലേക്ക് വരും. അപ്പോൾ നമ്മളെ പൂജിച്ച് ദേവനിലേക്ക് എത്തുക, ആ സമയത്ത് പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മളാരും തൊടാൻ പാടില്ല. അതായത് പരികർമ്മിയോ വന്നിരിക്കുന്ന ആരും പൂജാരിയുടെ കർമ്മിയുടെ ശരീരത്തെ ടച്ച് ചെയ്യാൻ പാടില്ല. അതെന്താണെന്ന് വെച്ചാൽ ആ ദേവനും കർമ്മിയായിട്ടൊരു ബന്ധമാണ്. ഈ സമയത്ത് അതായത് ദേവന് തുല്യനായി കർമ്മി വന്നാൽ മാത്രമേ ദേവപൂജ നടത്താൻ പാടുള്ളൂ. ഇതാണ് പണ്ടത്തെ രീതി, ഇതാണ് ആചാര്യം പഠിപ്പിച്ചത്. അപ്പോൾ ആചാര്യം പഠിപ്പിച്ച ഈ നിഷ്ഠയാണ്, അതായത് ദേവനെ പൂജിക്കുന്ന കർമ്മി ദേവപൂജയിലിരിക്കുമ്പോൾ മറ്റാരും ടച്ച് ചെയ്യാൻ പാടില്ല. ആ ഒരു രീതിയിലേക്ക് വന്ന സംഭവം പിന്നീട് ഇത് സമൂഹത്തിലേക്ക് പടർത്തിയതിൻ്റെ ബാക്കി പത്രമാണ് ഇന്ന് കാണുന്ന അയിത്തവും അനാചാരമൊക്കെ വരാൻ കാരണം സമൂഹത്തിലേക്ക് വരാമെന്ന് പറഞ്ഞാൽ വളരെ ബഹുമാനം കിട്ടുക, ആരും തൊടാൻ പാടില്ല. അപ്പോൾ ഇതിൽ സംഭവിച്ച ഒരു യുക്തി എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന ആചാര്യന്മാർ ഇങ്ങനെയുള്ള രീതിയിൽ മനുഷ്യരൊന്നും മറ്റുള്ളവരെ തൊടാൻ പാടില്ല, ഉന്നത ശ്രേണിയിലുള്ളതാണ്, ഇതാണ് ഞങ്ങളുടെ സമ്പ്രദായം എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ പല സിനിമകളൊക്കെ, ഇപ്പോൾ നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്ന സിനിമ കഥകളൊക്കെ കാണുമ്പോഴാണ്. അപ്പോൾ ഈ സിനിമകൾ കാണുമ്പോൾ പഴയ ചരിത്രങ്ങളൊക്കെ കാണിക്കുമ്പോൾ ആ സിനിമയിലൊക്കെ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബുക്കുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഈ പറഞ്ഞ കുലത്തിലുള്ളവരൊക്കെ മറ്റുള്ള കീഴ്ജാതിയിലുള്ളവരൊക്കെ ഇടിക്കുന്ന സമയത്ത് ഇടിക്കുക ചെയ്യുന്നത്, അല്ലെങ്കിൽ അടിക്കും, കൈകൊണ്ട് ഇടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇവർ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ താടനം ഏൽപ്പിക്കുന്ന സമയത്ത് ഈ അയിത്തമൊന്നും ഇല്ല, അല്ലാത്ത സമയത്ത് മാത്രമാണ് ഈ അയിത്തം. അപ്പോൾ ഇതിലെന്തെങ്കിലും ഒരു യുക്തി ഉണ്ടോ? ഒരു യുക്തിയില്ല. ഇതേപോലെ തന്നെ ഞങ്ങളുടെ സാറ് ക്ലാസ്സിൽ എപ്പോഴും കളിയാക്കുന്ന ഒരു വിഷയമുണ്ട്. ഒരു കീഴ്ജാതിക്കാർ ഓപ്പോസിറ്റ് വന്നപ്പോൾ ഉന്നത കുലത്തിലുള്ള ആചാര്യൻ പറഞ്ഞു, അശുദ്ധിയാക്കിയല്ലോ കുട്ടിയെ, രാത്രി മറപ്പുറയിലേക്ക് അങ്ങ് വന്നോളൂ, ശുദ്ധിയാക്കി വിടാം. അപ്പോൾ ഇതാണ് ഈ ശുദ്ധി അശുദ്ധി. അപ്പോൾ ആൾ കളിയാക്കണത്, അതായത് ഇതിൻ്റെ യുക്തിയിലേക്ക് നമ്മൾ വിരൽ ചൂണ്ടി കാണിക്കുകയാണ്. അപ്പോൾ ഇതിൽ സംഭവിച്ചൊരു കാര്യം നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നുണ്ട്. കൃഷ്ണന് ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ ഉത്തമ ഭക്തയായിരുന്നു മഞ്ജുള. ഈ മഞ്ജുള എന്ന് പറയുന്നത് വാര്യർ സമുദായത്തിൽ പറഞ്ഞ സ്ത്രീയായിരുന്നു. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ ഇന്ന് കാണുന്ന ഏറ്റവും ഉയർന്ന കുലത്തിലുള്ള സമുദായത്തിന് മാത്രമേ ക്ഷേത്രത്തിൽ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. മറ്റുള്ളവരൊന്നും ക്ഷേത്രത്തിൽ കയറാൻ പറ്റില്ല, പുറത്തുനിന്ന് തൊഴുക, അങ്ങനെ അകലങ്ങളുണ്ടായിരുന്നു. ഓരോ കുലത്തിന് ഇന്ന അകലം പാലിച്ച് അങ്ങനെ മറ്റുള്ളവർക്ക് ഇവർക്ക് മാത്രമേ ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റുള്ളൂ, അല്ലാതെ വേറൊരു ജാതിക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ല. അപ്പം മഞ്ജുള ഭഗവാന്റെ ഉത്തമ ഭക്തിയായിട്ട് അത്ര കണ്ട് തീവ്രതയോടുകൂടി പ്രാർത്ഥിച്ച് നടന്നപ്പോൾ ഭഗവാനൊരു ഹാരം സമർപ്പിക്കണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടി ഭഗവാനോട് അങ്ങനെ പ്രാർത്ഥിച്ച് ഭഗവാനൊരു ഹാരം കൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ പൂജാരി പറഞ്ഞു, അപ്പോൾ നിങ്ങൾ കീഴ്ജാതി ആളുകളായതുകൊണ്ട് ഈ ഹാരമൊന്നും, ഈ അശുദ്ധ ജാതിയുടെ ഹാരമൊന്നും ഭഗവാന് സ്വീകരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇവിടെ വേണ്ടാന്ന് പറഞ്ഞ് വിട്ടു കഴിഞ്ഞപ്പോൾ ഈ കുട്ടി, ഇന്ന് മഞ്ജുളാൽ എന്ന് പറയുന്ന ഒരു ആലുണ്ട്, ഗുരുവായൂരിൽ നിന്ന് ആർക്കും കാണാം മഞ്ജുളാൽ, അങ്ങനെ ഈ ആൽത്തറയിൽ ഭഗവാനെ വിചാരിച്ച് ഭഗവാന്റെ കഴുത്തിൽ ഹാരം സമർപ്പിക്കാമെന്ന് പ്രാർത്ഥിച്ചിട്ട് ഭഗവാനെ വിചാരിച്ചിട്ടാണ് മഞ്ജുള ഈ ആലിൽ മാല ചാർത്തുകയാണ്. അങ്ങനെ മാലയെല്ലാം ചാർത്തി മഞ്ജുളയുടെ ആഗ്രഹം പൂർത്തീകരിച്ചു, പൂജാരിയുടെ ആഗ്രഹവും പൂർത്തീകരിച്ചു. എന്തായാലും മറുനാൾ ക്ഷേത്ര ശ്രീകോവിലൊക്കെ തുറന്ന് പൂജാരി ഭഗവാന്റെ കഴുത്തിൽ നിന്ന് മാല എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു മാല മാറ്റുമ്പോൾ വീണ്ടും അടുത്ത മാല, അങ്ങനെ ഒരു അതിശയം പോലെ പല മാലകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ ഇദ്ദേഹത്തിന് പരിഭ്രാന്തിയായി. ഭഗവാനെ, എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ പൊറുക്കണം, എനിക്ക് എന്താണെന്നുള്ളത്
മാർഗം കാണിച്ചു തരണം, എന്നെ പരീക്ഷിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് മാപ്പപേക്ഷിക്കുമ്പോൾ ചിലർ കഥകളിൽ പറയുന്നു അശരീര കേട്ടു എന്ന് പറയുന്നു, ചിലർ പറയുന്നു അദ്ദേഹത്തിന് മനസ്സിൽ തോന്നി എന്ന് പറയുന്നു. എനിക്ക് തോന്നുന്നത് രണ്ടാമതുള്ളതായിരിക്കും സത്യം. അതായത് നമുക്ക് മനസ്സിൽ തോന്നുള്ളൂ. ഇന്നലെ ഇങ്ങനെ കുട്ടി മാല കൊണ്ടുവന്നപ്പോൾ നമ്മൾ ഭഗവാന് നിഷിദ്ധമെന്ന് പറഞ്ഞ് തിരിച്ചു വിട്ടു. അപ്പോൾ ആ മാല കൊണ്ടുവന്ന് ചാർത്തിയാൽ ഈ സംഭവം, ഈ പ്രതിഭാസം ഇവിടെ നിൽക്കും. അങ്ങനെ അദ്ദേഹം കരഞ്ഞുകൊണ്ട് ഈ ആലിൻ്റെ ചോട്ടിലേക്ക് ഓടുകയും ഈ മാല കൊണ്ടുവന്ന് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഈ അതിശയം അവിടെ നിന്ന്. അന്ന് മുതലാണ് ഈ കുലത്തിന് ക്ഷേത്രങ്ങളിൽ മാല കെട്ടുന്നതിനുള്ള ഒരു അവകാശം സ്ഥാപിച്ചു കൊടുത്തത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, അതാണ് നമ്മളുടെ ആചാരം. അപ്പോൾ ഈ ആചാരങ്ങളെല്ലാം വരുന്നതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഓരോ സംഭവങ്ങളുണ്ട്. അപ്പം ഇതേപോലെ തന്നെ ഭഗവാൻ 10 കുലങ്ങളിൽ അവതരിച്ച് കാണിച്ചു മനുഷ്യൻ്റെ ഈ ജാതിയുടെ ഭ്രാന്ത് ഒഴിവാക്കാൻ. എന്നിട്ട് മനുഷ്യന് മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. അവസാനം യാദവ കുലത്തിൽ അവതരിച്ച് കാണിച്ചു. ഏറ്റവും താഴ്ന്ന ജാതിക്കാരനായിട്ട് യാദവനായിട്ട് വന്നിട്ടും ഈ ഭഗവാന്റെ അവതാരമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ അതും സംഗതി തൊടാൻ പാടില്ലാത്തൊരു സംഭവത്തിലേക്ക് പോയി. അപ്പോൾ ഇതേപോലെ പണ്ട് കാലങ്ങളിൽ മേളത്തിലെല്ലാം പ്രാധാന്യം ഉണ്ടായിരുന്നത് പൊതുവാൾ എന്ന ഒരു വിഭാഗത്തിനായിരുന്നു. പൊതുവാൾ എന്നാൽ ഈ സമുദായത്തിൽ നിന്ന് തന്നെ മാറി വരുന്ന വേറെ സമുദായമാണ്. അപ്പോൾ ആ കാലഘട്ടങ്ങളിലൊന്നും മാരാർമാർക്കൊന്നും ഈ ചെണ്ട കൊട്ടാനോ അല്ലെങ്കിൽ വാദ്യമേളങ്ങൾ ക്ഷേത്രങ്ങളിലേക്കൊന്നും വരാനുള്ള യാതൊരു അവകാശം ഉണ്ടായിരുന്നില്ല. നമ്മൾ ചരിത്രം പരിശോധിച്ച് മനസ്സിലാവും. അപ്പോൾ ആ കാലഘട്ടങ്ങളിലെല്ലാം പൊതുവാൾ എന്ന് പറയുന്ന വിഭാഗത്തിന് മാത്രമേ ഈ ക്ഷേത്ര ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ്, അതായത് ക്ഷേത്രങ്ങൾ കൂടുകയും പൊതുവാൾമാരുടെ എണ്ണം കുറയുകയും അങ്ങനെ പറ്റാണ്ടായപ്പോഴാണ് ഈ മാരാർക്ക് കൊടുത്തത്. അപ്പോൾ ഇപ്പം എന്താ പറ്റിയെന്ന് വെച്ചാൽ സവർണ വിഭാഗത്തിന് മാത്രമേ ക്ഷേത്രങ്ങളിലൊക്കെ വാദ്യം വായിക്കാൻ പാടുള്ളൂ. തൃശ്ശൂർ പൂരത്തിന് ഈ സവർണ വിഭാഗത്തിൽ താഴെയുള്ള ആര് വന്നാലും ഇത് കൊട്ടാനൊന്നും സമ്മതിക്കില്ല. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ നടൻ ശ്രീരാമൻ പല പ്രോഗ്രാമുകളിലും വളരെ വേദനയോടുകൂടി പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഇത്രയൊക്കെ ആയിട്ടും അധികാരികൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇത് തന്നെ ഈ അടുത്ത കാലത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു അവർണ വിഭാഗക്കാരൻ ചെണ്ട കൊട്ടിയെന്നും പറഞ്ഞിട്ട് അദ്ദേഹത്തെ ആ മേളത്തിൽ നിന്നൊക്കെ പിടിച്ചു മാറ്റുന്ന സംഭവമൊക്കെ പത്രങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇത്രയും സംഭവ വികാസങ്ങളെല്ലാം ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഈ അവർണർക്ക് വേണ്ടിയിട്ട് എല്ലാം ഞാൻ ശരിയാക്കി തരും, ഞാൻ ജാതി പറയുന്നു പറഞ്ഞ് നടക്കുന്ന ആളും ഇതൊന്നും കാണുന്നില്ല. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഇതൊന്നും അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്, ഒത്തിരി കുട്ടികൾ വളരെ ഭഗവാനോടുള്ള ഭക്തിയോടുകൂടി താളമേളങ്ങളെല്ലാം അഭ്യസിക്കുകയും ഇതെല്ലാം ക്ഷേത്രങ്ങളിലൊക്കെ നടത്തണമെന്നൊക്കെ കരുതി നടക്കുന്ന ഒത്തിരി കുട്ടികളുണ്ട്. ഈ കുട്ടികളൊക്കെ നമ്മളുടെ പ്രോഗ്രാം കണ്ടൊക്കെ നമ്മളോട് വിളിച്ചു ചോദിക്കാറുണ്ട് എന്താ ഉപായം എന്ന്. അപ്പോൾ നമ്മൾ അവരോട് പറയാറുള്ളത്, നിങ്ങൾ കോടതിയെ സമീപിക്കുക, കോടതി നിങ്ങൾക്ക് തീർച്ചയായിട്ടും രക്ഷ തരും. കാരണം എനിക്കിതിനുള്ള കഴിവുണ്ട്, ഇത് വേണമെന്ന് ഹൈന്ദവ കുലത്തിൽ ജനിച്ചിരിക്കുന്ന ആരവകാശപ്പെട്ടാലും കോടതി ഇതെല്ലാം അംഗീകരിച്ച് ആ ക്ഷേത്രങ്ങളിലേക്ക്, ഏത് ക്ഷേത്രമാണോ ആ ക്ഷേത്രങ്ങളിലേക്കെല്ലാം ഇത് ആ തസ്തികയിലേക്ക് നിയമിക്കുന്നതിനുള്ള ഉത്തരവിറക്കും. അപ്പം അങ്ങനെ നേടണമെന്നുള്ളവർ, അതായത് ഏത് അവർണ കുലത്തിലുള്ള പൂജാരി ആണെങ്കിലും ആർക്ക് വേണമെങ്കിലും, അതായത് പാലിയം വിളംബരം 1980 പാലിയം വിളംബരം മുതൽ അങ്ങനെ പല ഇതിലും ഈ പറഞ്ഞ ക്ഷേത്ര വിധിയൊക്കെ വന്നിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും പൂജാതി കർമ്മങ്ങൾ ചെയ്യാമെന്നും ആർക്ക് വേണമെങ്കിലും വാദ്യകുലങ്ങളിലേക്ക് വരാമെന്നും ആർക്ക് വേണമെങ്കിലും ദേവഹിതം അനുസരിച്ച് പ്രവർത്തിക്കാമെന്നെല്ലാം വിധികളുണ്ട്. പക്ഷേ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ജനത്തിന് അതിനുള്ള ഒരു അറിവില്ല. ഇതെവിടെ പോയാൽ ഈ വാതിൽ തുറക്കും, എന്ത് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആർക്ക് വേണമെങ്കിലും സാധിച്ചു കിട്ടും. തീർച്ചയായിട്ടും കോടതിയിൽ സമീപിച്ച് നല്ലൊരു അഡ്വക്കേറ്റിനെ വെച്ച് വാദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എത്താനുള്ള അവകാശം ഇന്നത്തെ ലോകത്തുണ്ട്. പക്ഷെ പലർക്കും ഇങ്ങനെയുള്ളൊരു അറിവില്ല. അതായത് കഴിവുണ്ട്, അറിവില്ല. അപ്പോൾ ഈ അറിവെല്ലാം നമ്മൾ ഉപയോഗിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ സനാതനധർമ്മം എന്നാൽ എല്ലാവരും സമന്മാരാണെന്നുള്ള ധർമ്മമാണ്. ഈ സനാതനധർമ്മം പാലിച്ച് വരണമെങ്കിൽ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ മുന്നോട്ട് വരണം. അപ്പോൾ ഇത് തന്നെ സംഭവിക്കുന്നത്, ഇപ്പോൾ പലരും പറയുന്നത് ഉന്നത കുലത്തിലുള്ളവർ പൂജ ചെയ്യാതെ മറ്റുള്ളവരൊക്കെ പൂജയൊക്കെ ചെയ്ത് അവസാനം ഈ വേണ്ടാത്ത കുലത്തിലുള്ളവരൊക്കെ പൂജ ചെയ്താൽ അവരുടെ ജീവിതാവസാനം വളരെ ദാരുണമായിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞ് പേടിപ്പിക്കുന്നത്. അപ്പോൾ ഇതെന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ മുമ്പൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഉന്നത കുലത്തിലുള്ള ആളുടെ വീട്ടിലേക്ക് മനുഷ്യാധികൊന്നും പ്രവേശനമില്ല. അതുകൊണ്ട് ഉന്നത കുലജാതനായി കിടന്നവൻ അവസാന കാലഘട്ടം ജീവിക്കുന്നത്, എങ്ങനെയാണ് മരിക്കുന്നത്, ഇതൊന്നും പുറത്തുള്ളവന് കാണാൻ പറ്റില്ല. മറ്റുള്ള കുലങ്ങളിലുള്ളവനാണ് ജനമായിട്ട് ബന്ധമുള്ളൂ. അതുകൊണ്ടാണ് മറ്റുള്ള കുലത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. ഉന്നത കുലത്തിൻ്റെ വീട്ടിൽ ചിലപ്പോൾ അവിടെ കുടിച്ചാണ് കിടക്കുന്നത്, കുടിക്കാണ്ടാണ് കിടക്കുന്നത്, എത്ര കാലം കിടന്നു, ഇതൊന്നും അറിയാൻ പറ്റില്ല. കാരണം പിതാവിനെ കാണുന്നില്ല. എന്ത് പറ്റിയെന്ന് വെച്ചാൽ ആൾ വയ്യാണ്ട് ഇരിക്കാന്നേ പറയുള്ളൂ. അപ്പോൾ വയ്യാണ്ടിരിക്കുന്ന ആളൊന്ന് കണ്ടോട്ടെ എന്ന് വെച്ചാൽ അവിടേക്ക് പ്രവേശനമില്ല. അപ്പോൾ പിന്നെ അവിടെ, അതായത് മനുഷ്യനായിട്ട് പിറന്ന എല്ലാവർക്കും വിധി അവസാന കാലത്ത് നടപ്പാവും.
അത് നമ്മളുടെ കയ്യിലിരിപ്പ് പോലെ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ വിധി ഏത് കുലത്തിലായാലും അത് നടപ്പാവും. അല്ലാതെ താന്ന കുലങ്ങളിലൊക്കെ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്തു വന്നു കഴിഞ്ഞാൽ അവസാനം ദാരുണമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ ചിലർ, ഞാനിതൊക്കെ പറയാൻ കാരണം ഈ പ്രോഗ്രാമൊക്കെ കണ്ടു കഴിയുമ്പോൾ ചിലരിങ്ങനെ വിളിച്ച് ചോദിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ സത്യമാണെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ പറയുന്നത് ഇതൊന്നും ഒരു കാരണവശാലും ഭയപ്പെടേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് ഭഗവാനോട് തീക്ഷ്ണമായ ഭക്തിയും ഭയവും ബഹുമാനവുമുള്ള ആർക്ക് വേണമെങ്കിലും ഏത് പൂജാതി കർമ്മം ചെയ്യാം. ഇത് തന്നെ ചിലർക്ക് പറ്റുന്നത് ഈ ചില കുലങ്ങളിലുള്ള, അതായത് തീരെ താഴ്ന്ന കുലങ്ങളിലുള്ള ആളുകൾ ഭദ്രകാളിയൊക്കെ വിളിച്ചു വരുത്തി കഴിയുമ്പോൾ ദേവിയെ തെറി വിളിച്ചിട്ടാണ് പിന്നെ പൂജയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ശരിക്കും ദേവിയാണ് വന്നിരിക്കുന്നത്. ദേവി ഒരിക്കലും നിഷിച്ച വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് ആവാമെന്നാണ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ദേവി ഒരു വരവേ വരുള്ളൂ, വീണ്ടും അടുത്തൊരു വരവ്. കാരണം ചീത്തയാക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വരുമോ? അപ്പോൾ അതെല്ലാം ഇങ്ങനെയെല്ലാം ആ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുകയല്ല ചെയ്യുന്നത്, പറഞ്ഞ് പറ്റിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അറിഞ്ഞ് തന്നെ വേണം മുന്നോട്ട് പോകണമെങ്കിൽ. അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതം നമുക്കായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഏതായാലും പ്രണവത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. അപ്പോൾ ഏതായാലും നമ്മൾ മലയാളത്തെക്കുറിച്ച് പറയുമ്പോൾ മലയാളികൾ ഇനി മലയാളം പഠിക്കേണ്ടതിനെ കുറിച്ച് ഒരു ബോധപൂർവമായ ശ്രമം കൂടി നടത്തേണ്ടിയിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നവർക്ക്, PSC പരീക്ഷ എഴുതുന്നവർക്കൊക്കെ ഒരുപാട് മലയാളികൾ അത്തരം ആഗ്രഹങ്ങളായിട്ട് ഒരു ഗവൺമെന്റ് ജോലി കിട്ടുക അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗത്തിൽ കയറുക എന്നൊക്കെ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ മലയാളം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു കമ്പൽസറി ലാംഗ്വേജ്, ഒരു നിർബന്ധിത ഭാഷയായിട്ട് മലയാളം കൂടി ഇതിൽ ഉൾപ്പെടുത്തുകയാണ് നമ്മുടെ PSC സിലബസിലേക്ക്. ഒഫീഷ്യൽ ലാംഗ്വേജ് മാറുകയാണ്. PSC അപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കെല്ലാം പഠിക്കുന്നവർക്ക് ഒരുപാട് ഇംഗ്ലീഷ് വാക്കുകൾ നമ്മൾ സംസാരിക്കുന്നതിനിടയ്ക്ക് തന്നെ കയറി വരുന്നു. നമ്മൾ കാര്യം മലയാളത്തെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ കൂടി. പക്ഷെ എന്താണ് വളരെയധികം പ്രാചീനമായിട്ടുള്ള തമിഴ് ലാംഗ്വേജിന് സംഘം എന്ന് പറഞ്ഞ സംഘത്തിന്റെ തമിഴ് ലാംഗ്വേജിന്റെ കോൺഫറൻസ് ഉണ്ടാകാറുണ്ട്. ഇതുപോലെ മലയാളം ഭാഷയ്ക്കും കോൺഫറൻസ് ഇപ്പം ഒഫീഷ്യലൈസ് ചെയ്തു അല്ലേ? അപ്പം ഒഫീഷ്യലൈസ് ചെയ്തു. അതുപോലെ തന്നെ ഇനിയിപ്പോ കേരള ഗവൺമെന്റിന്റെ ഫയലുകളെല്ലാം മലയാള ഭാഷയിൽ എഴുതണം എന്നായി. അതോടൊപ്പം തന്നെ PSC പരീക്ഷയ്ക്ക് മലയാളം എന്ന് പറയുന്നത് ഒരു നിർബന്ധിത ഭാഗമായി മാറി. അപ്പൊ എന്തായാലും മലയാളികൾ മലയാളത്തെ വിട്ടു പോവാതിരിക്കാനുള്ള ഒരു ശ്രമം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഏതായാലും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇതൊരു നല്ലൊരു തുടക്കമാകട്ടെ അല്ലേ, നമ്മുടെ ഭാഷ കലർപ്പില്ലാതെ മുന്നോട്ട് നീങ്ങാനായിട്ടുള്ള ഒരു തുടക്കം. അപ്പോൾ ആ ഒരു സംരംഭത്തിൽ നമുക്ക് എല്ലാവർക്കും കൈകോർക്കാം. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഭാഷ നല്ല വൃത്തിയായി സംസാരിക്കാനുള്ള ഒരു കഴിവ് നേടാം. അതെ അതെ. അപ്പോൾ ആ ഒരു ആശംസയോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് പൂർണ്ണമാക്കാം അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഏവർക്കും നന്ദി, നമസ്കാരം.